അമ്മ ഇവിടെ ഇല്ല. ഞാൻ തനിച്ചേ ഉള്ളൂ. ഒറ്റയ്ക്ക് എന്റെ മുറിയിൽ നിൽക്കാൻ പേടിയില്ലേ? കേസിന്റെ വിചാരണയൊക്കെ കഴിഞ്ഞു. ഇനി ആർഗ്യുമെന്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. കൂലി അല്ലേ കേസ് ബാധിച്ചതിന്? എനിക്ക് ചെയ്തതെന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതിന്റെ തെളിവാണല്ലോ ഫീസ് കൊണ്ടെത്തുന്നത്. ഫീസ് തന്നതുകൊണ്ട് എന്റെ കടപ്പാട് തീരില്ല. ഏതായാലും ഇനി ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് കീഴടങ്ങേണ്ട കാര്യമില്ല. എന്റെ ഫീസ് പണമായിട്ട് തന്നെ തന്നു. എന്നിൽ നിന്നും അപമര്യാദയായി വല്ല പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ബാല മര്യാദയില്ലാതെ ഒരിക്കലും പെരുമാറിയിട്ടില്ല. പെരുമാറിയത് ഞാനാണ്. എന്നോട് അല്പം ദയ കൂടെ കാണിക്കണം. എങ്ങനെ? ഇത് വാങ്ങണം. ബാലയുടെ കേസ് ഞാൻ വാദിച്ചത് എന്റെ സ്വന്തം കാര്യമെന്ന നിലയിലാണ്. ആ, അമ്മ വരുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലും. അല്ല, ഡോക്ടറെ കണ്ടിട്ട് കുറെ നാളായല്ലോ. കേസിന്റെ കാര്യത്തിന് ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. ആങ്ങള അമേരിക്കയിലാണ് അല്ലേ? ആ, ജയം പറഞ്ഞു. കേസ് എങ്ങനെ വരും? വിധി പറയുന്ന ദിവസം അടുക്കും തോറും വല്ലാത്ത ഭയം. ദൈവം നിന്നെ സഹായിക്കും, പേടിക്കണ്ട മോളെ. എന്റെ കാര്യം തന്നെ ആലോചിക്കും. എല്ലാവിധത്തിലും ചീത്തയായി നടന്നവനാണ് ജയം. ഞാൻ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചു. ഇപ്പോൾ അവൻ കുടി നിർത്തി. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ വീട്ടിൽ വരും. ഇപ്പോൾ അവൻ ഒരു ചീത്തത്തരവും ഇല്ലെന്നാണ് പലരും പറയുന്നത്. എന്തൊരു മാറ്റം! നിന്നെയും ദൈവം രക്ഷിക്കുമോളെ. പോട്ടെ അമ്മ. ആ.